ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ, പ്രിയമക്കളെ, പുതിയൊരു പ്രഭാതത്തിനായി ദൈവം നമ്മളെ വിളിച്ചതിനും ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെല്ലാം പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമെന്ന് അതിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നതിനും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി തകർന്നിരിക്കുകയും എല്ലാവരുടെയും മുന്നിൽ നിരാശയോടും ദുഃഖത്തോടും എന്നെ ഇനി ആര് സഹായിക്കും, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കും എന്ന് ഭയപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ദൈവം നൽകുന്ന വചനമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം തിരുവചനം. അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറയ്ക്കും. കരഞ്ഞ് സങ്കടപ്പെട്ട് കഴിയുന്ന, ഒന്ന് ചിരിക്കാൻ പോലും മറന്നുപോയ, ദുഃഖക്കണ്ണീരിൽ ആഴ്ന്നിരിക്കുന്ന മക്കളോട് ദൈവം പറയുകയാണ്, നിന്റെ അതേ വാ കൊണ്ട് നീ സന്തോഷത്താൽ പൊട്ടിച്ചിരിക്കും. നിന്റെ പുതിയ അവസ്ഥ കണ്ട് നീ ആനന്ദിത്താൽ ആറാടും. ദൈവം നിന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നീ സന്തോഷിക്കും. നിന്റെ കുടുംബം സന്തോഷിക്കും. നിന്റെ ചുറ്റുമുള്ളവർ സന്തോഷിക്കും. ആ സന്തോഷത്തിൽ നീ ദൈവത്തിനായി നന്ദികളും സ്തുതികളും ജയാരവങ്ങളും നീ മുഴക്കും. ഇന്നലെ വരെ കഴിഞ്ഞതുപോലെയല്ല, ഇന്നു മുതൽ നിന്റെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറയും. നിനക്കാരെയും ധൈര്യപൂർവ്വം നോക്കുവാനും തല ഉയർത്തി നടക്കുവാനും ദൈവം അവസരം തരികയാണ്. ദുഃഖവും ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്തെല്ലാം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നിൽ നിന്നും നിൻ്റെ കുടുംബത്തിൽ നിന്നും മാറിപ്പോവുകയും നിൻ്റെ കുടുംബത്തിലും നിന്നിലും നീ സന്തോഷം നിറഞ്ഞ് ആനന്ദം കൊണ്ട് നീ ആർത്തുല്ലസിക്കുകയും ചെയ്യുന്ന ദിനമായിരിക്കും ഇന്നു മുതൽ മുന്നോട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം ദൈവം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നന്ദി പറയുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുക. ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക. നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് ഈശോ മിശിഹ ഇന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി പറയുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും ഇന്നും എപ്പോഴും നിങ്ങളോട് കൂടും, നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ യാത്രയിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന് വഴിമാറി സന്തോഷത്താലും ആഹ്ലാദത്തിലും ഇന്നു മുതൽ നിൻ്റെ ജീവിതം ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കോടാനുകോടി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സമാധാനവും
ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.